ഹായ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ നോമ്പ് തുറക്കുന്ന വീഡിയോസ് ഒന്നും ആയിട്ടില്ല കേട്ടോ. ഞാൻ പെലച്ച മുതലുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പെലച്ചക്ക് എണീച്ച പാടനെ ഒരടുപ്പത്ത് ചായക്കുള്ള വെള്ളം വെച്ചിട്ട് മറ്റേ അടുപ്പത്ത് നമ്മുടെ മുട്ടക്കറി ഉണ്ടല്ലോ തലേ ദിവസത്തെ, അപ്പോൾ അത് ചൂടാക്കാനും വേണ്ടിയിട്ട് വെച്ചിരിക്കണേ കേട്ടോ. അപ്പോൾ ഇന്നലെ ചപ്പാത്തി ആയിരുന്നല്ലോ ഉണ്ടാക്കിയത്. പക്ഷേ ചപ്പാത്തി തികഞ്ഞില്ല കേട്ടോ. തികഞ്ഞില്ല എന്ന് പറയാൻ അന്തിക്കത്തോടു കൂടി ഫിനിഷായി കേട്ടോ. ഞാനത് പെലച്ചക്കക്ക് ഉണ്ടാവുമെന്ന് വിചാരിച്ചുണ്ടാക്കിയതാണ്. പെലച്ചക്കക്ക് കുഞ്ഞുട്ടിക്കും അജുവിനും കടിയാണെങ്കിൽ അതാണ് തിരുപ്പതി. അപ്പോൾ കടിയൊന്നുമില്ല, ചപ്പാത്തി കഴിഞ്ഞും ചെയ്തു. അപ്പോൾ പിന്നെ ഞാൻ പൊടി കലക്കിയിട്ട് വേഗം അപ്പം ചൂടാന്ന് കരുതിയിട്ട് ഇന്നിപ്പോൾ 4 മണിക്ക് തന്നെ എണീച്ചിട്ടുണ്ടേനി കേട്ടോ. അപ്പം ഞാൻ അതിനുള്ള മാവ് കലക്കി കൊടുക്കുന്ന സമയത്ത് ഇവരുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരൊച്ച കേൾക്കുന്നുണ്ട്. അപ്പോൾ എലിയാണ് കേട്ടോ. അപ്പം ഞാൻ വരുന്നേ കണ്ടിട്ട് മൂപ്പര് ഓടി തഴുത്തിക്കണം കേട്ടോ. അപ്പം ഇനി നമുക്ക് നമ്മുടെ ചട്ടി വാങ്ങിച്ചിട്ട് നമ്മുടെ മുട്ടക്കറി ഉണ്ടല്ലോ അത് ചൂടായിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിയിട്ട് ഇനി അപ്പച്ചട്ടി വെച്ചിട്ട് വല്ലോണം അപ്പം ചുട്ടെടുക്കട്ടെ കേട്ടോ. ഇന്നലെ അജുവിന് സ്കൂളൊക്കെ വിട്ട് വന്നപ്പോഴേ നല്ല വിശപ്പുണ്ടേനി. അപ്പോൾ പിന്നെ അപ്പോഴും നിയമോളും അജുവും കുത്തിർന്ന് ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ കഴിച്ചിട്ടുണ്ടേനി. പിന്നെ വൈകുന്നേരത്തും കഴിച്ചപ്പോൾ പിന്നെ ഉണ്ടായില്ല കേട്ടോ പെലച്ചക്ക്. പിന്നെ ചോറ് ഞാൻ വെച്ചിട്ടുണ്ടേനു, അത് എനിക്ക് മാത്രം ഉള്ളതാണ് കേട്ടോ വെച്ചത്. കാരണം ഞാൻ മാത്രമേ ഇവിടെ ചോറുന്നുള്ളൂ കേട്ടോ, വേറെ ആരും ചോറൊന്നും തിന്നൂല. അപ്പോൾ എനിക്കാണെങ്കിൽ ചോറും താളിപ്പും കിട്ടിയാൽ പിന്നെ ഒന്നും വേണ്ട. അപ്പോൾ അപ്പുറത്തെ അടുപ്പത്ത് എനിക്കുള്ള പപ്പട താളിപ്പും ഉണ്ടാക്കുന്നു കേട്ടോ. 2 പപ്പടം പൊരിച്ച് അതിലൊരു പപ്പടം ഇട്ട് കണ്ട് ഒരു താളിപ്പും ആക്കിയാൽ നമ്മുടെ ചോറിനുള്ള കറിയും റെഡിയായി. അങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും ചായയും കടിയും ഒക്കെ ആക്കിയാണ്ട് കൊണ്ടുവന്ന് കൊടുത്തിക്കണം കേട്ടോ. നിയമോളം ഇന്ന് വിളിച്ചുണർത്തിയിട്ടില്ല കേട്ടോ. ഓൾ എണീച്ചാൽ പിന്നെ മോനി ഉറങ്ങാനായിക്കൂല. പിന്നെ അത് കഴിഞ്ഞിട്ട് പോലെ ആരും കിടത്തി ഉറക്കൂല കേട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ നോക്ക് നോമ്പ് വേണ്ട വിചാരിച്ചിട്ട് ഓളെ വിളിച്ചുണർത്തിയിട്ടില്ല. അങ്ങനെ കുഞ്ഞുട്ടി ചായക്ക് ഇരുന്നിക്കണ്. അജു ഇതാ വല്യ തേച്ചുകൊണ്ടിരിക്കണുണ്ടോ. അജുവിനെ നീപ്പിച്ചെടുക്കാനൊക്കെ പണിയാണ് കേട്ടോ. തലേന്ന് വലിയ ഇതിലൊക്കെ പറയും, നീപ്പിച്ചണേ രാവിലെ തന്നെ നീപ്പിച്ചണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ സുബഹിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഓല് രണ്ടാളും കിടന്നുറങ്ങി. പിന്നെ ഞാൻ ഹാളിൽ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് അടുക്കളയിൽ വന്ന് കുത്തിർന്നിട്ടാണ് കേട്ടോ പിന്നെ മുസായിഫ് ഓതലും കാര്യങ്ങളൊക്കെ. കാരണം ഹാളിലിട്ട് ലൈറ്റ് ഇട്ടാൽ പിന്നെ ഓൽക്ക് കിടന്നുറങ്ങാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പം ഇങ്ങനെ അടുക്കളയിൽ ഇരുന്നിട്ട് ഞാൻ ഓതും. പെലച്ചക്ക് എണീച്ചാൽ പിന്നെ കിടക്കൂല കേട്ടോ ഞാൻ. പിന്നെ എനിക്ക് കിടക്കാൻ സമയം കിട്ടൂല. എനിക്ക് ഈ ഒരു സമയത്താണ് കേട്ടോ മുസായിഫ് ഓതാൻ അധികം സമയം കിട്ടുക. പിന്നെ മഗ്‌രിബിൻ്റെ ശേഷവും വല്ലാതെ കിട്ടൂല, ഉച്ചക്കും ഒന്നും ചിലപ്പോൾ കൂടലില്ല കേട്ടോ. അപ്പം ഈ ഒരു സമയത്ത് വലിച്ചു പിടിച്ചിട്ട് ഒരു 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 ജുസോ 1.5 ജുസോ ഒക്കെ അങ്ങോട്ട് ഓതിക്കാണ്ട് അങ്ങനെ നിൽക്കും കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഓതുന്ന കാര്യമൊക്കെ വീഡിയോയിൽ പറയുമ്പോൾ ചിലർക്ക് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും പറയും കേട്ടോ. ചിലവർ ഇതൊക്കെ ഇപ്പോൾ എന്തിനാണ് വന്ന് പറയുന്നത് എന്ന് പറയും. ചിലവർ പറയും ഇങ്ങനത്തെയൊക്കെ ഉൾപ്പെടുത്തണേ, എന്തെങ്കിലുമൊക്കെ ഒരു ടിപ്സ് അതിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്നൊക്കെ അങ്ങനെയും പറയുന്നവരുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏത് വിധത്തിലും ആണെങ്കിലും എടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ രാവിലത്തെ ഈ സമയത്താകുമ്പോൾ നമുക്ക് നല്ല പോസിറ്റീവായിട്ട് ഓതാൻ പറ്റും. ഒരു കാര്യം നല്ല ഉഷാറായിട്ട് ഓതാൻ പറ്റും. അത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ. എനിക്കങ്ങനെയാണ്. ഈ സമയത്ത് നല്ല വലിച്ചു പിടിച്ച് ഉഷാറായിട്ട് ഓതാൻ വയ്ക്കും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കടത്തം ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് സമയം ഒരു 6 മണിയൊക്കെ വരെ ഓതി കുത്തിർന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് വരാനുള്ള വീഡിയോൻ്റെ എഡിറ്റിംഗ് ആണ് കേട്ടോ. എഡിറ്റിങ്ങും വോയിസ് ഓവർ കൊടുക്കലും ഒക്കെ ആ ഒരു രാവിലെയാണ് കേട്ടോ. ഇപ്പോൾ ഡെയിലി വീഡിയോ ഇടുന്നത് ആ ഒരു രീതിയിലാണ്. എങ്ങോട്ടാടാ പോണേ? കണ്ടോ നിയമോളെ ഉണർത്താൻ പോകേ. എടാ എൻ്റെ ബൂട്ടും കൊണ്ട് ചവിട്ടല്ലേടാ, എൻ്റെ കുട്ടിക്ക് വരുത്താകുവേ. കുട്ടാ വാവൊങ്ങ, വാവ കിടന്ന കുട്ടി വാവൊങ്ങിക്ക, വാവൊങ്ങിക്ക, വാവോങ്ങിക്ക. ശൽക്കനിമ വാവൊങ്ങിക്ക, കുഞ്ഞു വാവ. വാവൊങ്ങാണ് കുഞ്ഞു വാവൊങ്ങിക്ക. ശൽക്കനിമ കണ്ണ് വാവൊങ്ങിക്കാണ്. വാവൊങ്ങിക്കോളി വാവോ. ശൽക്കനിമ കണ്ണോളി. അവിടെ സീക്വൻസ് തുടങ്ങുന്നുണ്ടോ? വാവൊങ്ങിക്ക, വാവൊങ്ങിക്കാന്.
വാവങ്ങിക്കാനി വാവ മേ ചവിട്ടല്ലേ. അതാ കുഞ്ഞാത്തൊന്നും ഒളിച്ചോ. അപ്പം എന്തിനാ പുറത്ത് പോയി ചവിട്ടിയ കുഞ്ഞാത്താനെ? ഏതല്ലല്ലേ അടി പാവല് ചെടിയോ കൂട്ടല്ലേ ഓനടിയൂലേ. എന്താ കാട്ടറ എനിക്കറിയാം. കുഞ്ഞാത്താനെ പോയി കാണി ചവിട്ടണത്. വാവങ്ങിക്ക വാവങ്ങിക്ക എല്ലാവരും വാവങ്ങാനും മുട്ടി വാങ്ങിക്കോളി. ഇവിടെ കണ്ണു വാങ്ങിക്കോളി. നീല് കണ്ടിട്ടോ ആ സീക്വൻസ് ഇങ്ങനെ ഇളകിയിട്ട് ഫാനിൻ്റെ കാറ്റിന് ഇളകിയിട്ട് വന്നിട്ടുണ്ട്. ഓനെ എന്നെ ഉണർത്താൻ വന്നത് ഏതായാലും ഇജ ഒന്ന് അല്ല കുഞ്ഞാത്ത. അപ്പോൾ സെനുമോനെ എണീച്ചിക്കണ്. പിന്നെ നിയമോള് ഒന്നും കൂടി അവിടെ ഒന്ന് കടന്നിക്കണേ കേട്ടോ. അപ്പം ഞാൻ വല്ല മുറ്റടിച്ചു വരാൻ അറിഞ്ഞിട്ട് അപ്പം നിങ്ങൾക്ക് എന്നും നോമ്പ് തുറക്കണ വിശേഷങ്ങൾ തന്നെ കാണിച്ച് ഒരു ബോറടി വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ എന്നാൽ രാവിലത്തേത് ഉൾപ്പെടുത്താന്ന് വിചാരിച്ചത്. ഒക്കെ പ്രത്യേകിച്ചൊന്നുമില്ല, ഈ കാണുന്ന മുറ്റങ്ങളും ഈ കാണുന്നതൊക്കെ തന്നെ കാട്ടിത്തരാനുള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ വീഡിയോക്കും വേണ്ടി കാത്തിരിക്കണവർക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ ഇടണ്ടേ. നമ്മുടെ വറകട്ടിയാണ് കേട്ടോ അത്. ഇപ്പോൾ വറകൊന്നുമില്ല, വെറും കുറച്ച് ഓലക്കൊടിയും കുറച്ച് കീറ പ്ലാസ്റ്റിക്കുകളും മാത്രമാണ് ഉള്ളത്. എന്നാൽ ഈ കീറ പ്ലാസ്റ്റിക്കൊക്കെ ഒന്ന് ഒഴിവാക്കി കൂടെ നിങ്ങൾ ചോദിച്ചു. അത് ഇനി മഴക്കാലം വന്നാൽ എവിടെയാണെങ്കിലും ആവശ്യമുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നും കത്തിച്ചാത്തും വലിച്ചെറിയാത്തൊക്കെ. അപ്പം ഇനി വേഗം ഒന്ന് മുറ്റടിച്ചു വാരി എടുക്കട്ടെ കേട്ടോ. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ ഒത്തുപണികൾക്കും ഒരുപാട് നന്ദി കേട്ടോ. അപ്പോൾ തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോൻ്റെ കമൻറ്റ് ഓഫ് ആക്കുമെന്നൊന്നും അറിയില്ല കേട്ടോ. ഈ കുട്ടികളെ വീഡിയോയിൽ അധികം കാണിച്ചുകൊണ്ട് യൂട്യൂബ് ഓഫ് ആക്കണേന് യൂട്യൂബ് കമൻറ്റ് ഓൺ ആക്കുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് വിട്ടുകൊണ്ടിട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ അടിച്ചു കയറിയിട്ട് വാരി ഇനിയിപ്പോൾ മുന്നിലും ഒക്കെ അടിച്ചു വരാനുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിലേക്ക് ഒന്ന് പോയി എല്ലോടെ ഒന്ന് അടിച്ചു വരി വൃത്തിയാക്കണം. അപ്പോൾ ഇതാ വെളിച്ചൊക്കെ എണീച്ചിട്ട് പാത്രം പോറേണ്ട പരിപാടി ഇല്ല കേട്ടോ. അപ്പോൾ പാത്രം അവിടെ നമ്മൾ കൂട്ടിയിട്ടിട്ട് എല്ലാം പോയിട്ട് നിസ്കരിച്ചാലും പോകലും പിന്നെ ആ വഴിക്ക് അങ്ങോട്ട് പോകലാണ് കേട്ടോ. അപ്പോൾ പാത്രങ്ങൾ ഇപ്പോഴാണ് പോകുന്നത്. രാവിലെ എണീക്കുമ്പോൾ പിന്നെ കുട്ടികളുടെ ചായയുടെയൊക്കെ ആയിട്ട് അതും ഉണ്ടാവുമല്ലോ. ഇന്നിപ്പോൾ നിയമോള് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും പെലച്ചക്ക് പാത്രം മോറലില്ല. ഞാൻ ആ നേരത്ത് വേഗം നിസ്കരിച്ചാലും അതിനൊക്കെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് മോറണം. പിന്നെ നിയമോള് മാത്രമായതുകൊണ്ട് ഓക്കായിട്ട് പ്രത്യേകിച്ച് ചായക്കടിയൊന്നും ഉണ്ടാക്കണായിട്ട് ഇല്ലേനും. പിന്നെ ഈ പാത്രത്തിലുള്ള വത്തകത്തോടും ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ ഉണ്ടോ. ഇത് വല്ല നമ്മളിവിടെ ഒരു പാടിപ്പാത്രം ഉണ്ട്. അപ്പോൾ അതിൽ കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കും കേട്ടോ. അത് അങ്ങനെ പാത്രം കേൾക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ജെറുമോനെ വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ പിന്നെ ഓനിക്കുള്ളത് ഫുഡ് ഉണ്ടാക്കണം. നിയമോള് എണീച്ചിക്കണ്. അപ്പോൾ ഓക്കുള്ള ചായക്കുള്ള വെള്ളം വെച്ചിക്കണം കേട്ടോ. ഓക്കിപ്പോൾ കടിയൊന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കണില്ല. നാളെ നമ്മൾ കട്ട്ലേറ്റിക്ക് വാങ്ങിയ റസ്ക് ഉണ്ടല്ലോ. അപ്പോൾ ആ റസ്ക് മതിയായിരുന്നു. എന്നാൽ പിന്നെ അത് കൂട്ടി ഓക്ക് ചായ കൊടുക്കാം. പിന്നെ സെനിക്കൂട്ടന് ഞാൻ വേഗം വിരകി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഓന് വിരകി കൊടുക്കണതേ നമ്മുടെ നവധാന്യക്കൂട്ടുണ്ടല്ലോ, അത് വാങ്ങിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അത് ഞാൻ മിക്സ് ചെയ്തിട്ട് അതാണ് കേട്ടോ വിരകി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കായപ്പൊടി നിർത്തിയിട്ടുണ്ടായിന് കേട്ടോ. കായപ്പൊടി കഴിയണ വരെ ഓന് ലൂസ് മോഷൻ തന്നെയായിരുന്നു. അത് നിർത്തിയപ്പോൾ ഇപ്പോൾ കുറച്ചൊരാശ്വാസം കേട്ടോ. അപ്പോൾ കായപ്പൊടി പറ്റായിട്ടേനു കേട്ടോ ഓന്. അപ്പോൾ ഞാൻ ഇത് പച്ചവെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഞാനുണ്ടല്ലോ, ഇത് പനങ്കൽക്കണ്ടാണ് കേട്ടോ. പനങ്കൽക്കണ്ടം വാങ്ങിയിട്ടുണ്ട്. ഇനി അത് ഞാൻ ഉരുക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനതൊന്ന് ഇളക്കി വെച്ചിട്ട് അതിൻ്റെ ആ മട്ട ഒന്ന് ഊറിയിട്ടുണ്ടല്ലോ, എല്ലാം ഇങ്ങനെ ആ തെളി മാത്രം മറ്റേ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കും കേട്ടോ. എന്നിട്ട് ആ മട്ട് ഞാൻ ഒഴിവാക്കലാണ് കേട്ടോ. ഇനി അതിൻ്റെ ആ ഒരു നല്ല തരിയിലെ ഭാഗം ഇതാക്കിയിട്ട് ഇനിയിപ്പോൾ ഒന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ കാട്ടലാണ് ഇപ്പോൾ ഞാൻ കേട്ടോ. അപ്പോൾ അതേപോലെ ഇങ്ങനെ ഒഴിച്ചുമ്പോഴേ ഒന്ന് അതതിൻ്റെ അടിയിൽ ഇങ്ങനെ ആ മട്ട് മാത്രമായിട്ട് ഊറും. ഇനി നമുക്ക് ഇതിൻ്റെ തെളി മാത്രം അവിടെ വിരകി എടുത്താലും മതി. തോനെ വെള്ളമായ പിന്നെ വിരകി എടുക്കൽ കുറേ പണി കേട്ടോ. ഗ്യാസ് വെച്ച് ഇളക്കി 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 നല്ലോണം നമ്മൾ കഷ്ടപ്പെടും. അങ്ങനെ ഞാൻ ഓനിക്കുള്ളത് ഫുഡ് റെഡിയാക്കി എടുത്തിക്കണ്. അപ്പം നിയമോള് നീച്ചിക്കണ് കേട്ടോ. ഒന്നും കൂടി ഒന്ന് കണ്ണു വളയാണ്ട് പിന്നെ എല്ലാവരും നീച്ച സമയത്ത് ഓള് നീച്ചിക്കണ്. അപ്പോൾ ഓക്കുള്ള ചായക്കുള്ളതും റെഡി ആയിക്കണ്. അതറിഞ്ഞ ഇങ്ങനൊക്കെ ഉഷാറായിട്ട് പാക്ക് ചെയ്ത് വെച്ചേ. എന്നാ റസ്കും ചായം കുടിച്ചോ കുഞ്ഞ്.
അപ്പൊ തിന്നാനൊക്കെ കൊടുത്ത് പള്ളിയിലാക്കി ഞങ്ങൾ വല്ല അയലോക്കത്തേക്ക് തെണ്ടി പോകാൻ കേട്ടോ. തെണ്ടി പോകണ എന്താ വെച്ചാല് ഇന്നിപ്പോ അവിടെ നോൽമ്പ് റബിയാണ്. അപ്പൊ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് വെറുതെ ആ തുറക്കാൻ നേരത്ത് തിന്നാൻ ചെല്ലണത് മോശമല്ലേ? നമുക്ക് എന്തിനേലൊക്കെ പണിക്കൊക്കെ കൂടി കൊടുക്കണ്ടേ, എന്നിട്ടല്ലേ നമ്മൾ തുറക്കാൻ ചെല്ലുക. അപ്പൊ രാവിലെ എന്തെങ്കിലും ഉള്ളി ഒലിച്ചലോ എന്തേലൊക്കെ ഉണ്ടോ പോയോക്കട്ടെ എഴുതിയാണ് ഞങ്ങള് പോകാൻ നിൽക്കണ്ട കേട്ടോ. അപ്പൊ ഇന്ന് രാവിലത്തെ വീഡിയോ ഒക്കെ എടുത്തത് അതുകൊണ്ടും കൂടിയാണ് കേട്ടോ. കാരണം ഇന്നിപ്പോ തുറക്കണ ഇതൊന്നും വെച്ച് വീഡിയോ എടുക്കാൻ പറ്റൂല. ഞമ്മൾ വേറെ ഒരു പെരയിൽ പോയി കണ്ട് നമ്മളെ പെരയിൽ വീഡിയോ എടുക്കും പോലെ എടുക്കാൻ പറ്റൂലല്ലോ. ഇനി പോലും എടുത്തോ എന്നൊക്കെ പറയും കേട്ടോ. പക്ഷെ എന്നാലും എനിക്കൊരു മടിയാണ്. ഓരിങ്ങനെ പറയാ എടുത്തോ, ഇനിയിപ്പോ എന്താ എനിക്ക് ഞങ്ങളത് മുഖം കാണിച്ചണ്ടാച്ചാ പോരെ, എനിക്ക് വീഡിയോ എടുത്തൂടെ എന്നൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെ പറയും. പക്ഷെ എനിക്കൊരു മടിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കലില്ല. അപ്പൊ ഇനിയിപ്പോ ഒന്നും വീഡിയോ ഇടാതെ നിൽക്കും വേണ്ട അത് വിചാരിച്ചിട്ടാണ് ഞാൻ രാവിലത്തെ കുറച്ചൊക്കെ എടുത്തുങ്ങാണ്ട് ഒരു ചെറിയ വീഡിയോ ഒക്കെയാണ് ഇടാന്ന് വിചാരിച്ചതേ. അപ്പൊ അതുകൊണ്ട് ഇന്ന് തുറവിന്റെ വീഡിയോ ഒന്നുമില്ല. ഈ ഉള്ള ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കമന്റ് ബോക്സ് ഓൺ ആണെങ്കിൽ ഒരു കമന്റ് എഴുതിക്കുന്നുണ്ട്. പിന്നെ ലൈക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഇൻഷാ അള്ളാ ഞാൻ വരണ്ട്. എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ പിന്നെ സമയം കിട്ടുമ്പോൾ വീഡിയോ കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.